ഇതെന്തിനാ എന്റെ കയ്യില്? നമ്മൾ എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? വാ നടക്ക്. വാ പറയട്ടെ. നീ മുതിർന്നവനാണെങ്കിലും എഴുതാനും വായിക്കാനും അറിയാത്തത് ഒരു കുറവ് തന്നെയാ കണ്ണ. അത് പരിഹരിക്കണം. അതിന് നിനക്ക് ട്യൂഷൻ തരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാ നമ്മൾ പോണത്. ട്യൂഷനോ? എനിക്കോ? നിനക്കല്ലാതെ പിന്നെ ആർക്കാ? എനിക്കാണോ ട്യൂഷൻ? ഈ പ്രായത്തിൽ ട്യൂഷനോ? പ്രായം എത്രയായാലും എന്താ, പഠിപ്പിലല്ലേ കാര്യം. അത് നടക്കില്ല. ഇതങ്ങോട്ട് പിടിച്ചേ. പോയി പണി നോക്ക്. എന്റെ കൂടെ വരാം. ഒന്ന് വാ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ആയമ്മ ഈ പറയുന്നത്? ആ നന്മ എനിക്ക് വേണ്ടെങ്കിലോ? കണ്ണാ, എന്നെ എങ്ങനെ ഓടിക്കാതെ കണ്ണാ. കണ്ണാ, എന്താ പറ്റി? എന്നേക്ക് എന്താ പറ്റിയേ? പിടികിട്ടി അമ്പടാ. നിന്നെ പിടികൂടാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൊരു വഴി. ഇനി വിടുന്ന പ്രശ്നമില്ല. വിടാനോ? കൊള്ള. ഇനി അവിടെ എത്തിയിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല. ആ ബുക്കെടുക്ക്. ബുക്കെടുക്ക്. ശരി, ഞാൻ വരാം. എന്റെ കൈവിട്. കണ്ണാ, പറയണത് അനുസരിക്കേ. ഇഷ്ടം പോലെ ഓടിക്കോ. പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഓടി അകലുന്നേന്ന് ഓർക്കണം. ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് മീതിയാ നിന്റെ ഓട്ടം. ഓടുമ്പോ നീ നിന്റെ അമ്മയെ കൂടി ഒന്ന് ഓർത്തോ. നിന്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടിയായിരുന്നു അത്? നീ പഠിച്ച് വലിയവനാകുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടല്ലേ അമ്മ നിന്നെ അന്ന് ആ സ്കൂളിൽ കൊണ്ടാക്കിയത്? എന്നിട്ടോ നിന്റെ കൺമുന്നിലല്ലേ ജീവൻ പാതിയായ ആ ശരീരം വന്ന് വീണത്? എന്തിനു വേണ്ടി?